അപ്പം എനിക്കിപ്പോഴും അത്ഭുതമാണ് 22 വയസ്സ് തന്നെ എങ്ങനെ അത്രയും വലിയൊരു ക്യാരക്ടർ. കാരണം അവര് പല പ്രായങ്ങളും അതിനകത്ത് പെർഫോം ചെയ്യേണ്ടതുണ്ട്. ഭയങ്കര ഒരു ക്യാരക്ടറാണത്. അതെങ്ങനെയാണ് ചെയ്തെടുത്തത്? ഓൾസോ അതിന് ഏറ്റവും സ്ട്രഗിൾസ് എന്തായിരുന്നു? ഓൾസോ അതിനകത്ത് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു? അതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് ലോഹിതദാസ് എന്ന് പറയുന്ന ജീനിയസ് റൈറ്റർ ഡയറക്ടർക്കുള്ളത് തന്നെയാണ്. ആ പ്രായത്തിൽ ചന്ദ്രഹാസൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനോ അതിനെ കോംപ്ലിമെന്റ് ചെയ്യാനോ മാത്രമുള്ള ഒരു മാനസിക വളർച്ച തന്നെ എനിക്ക് ഇല്ല. അപ്പോ ആ സംവിധായകൻ പറയുന്നത് കേട്ട് അദ്ദേഹം തരുന്ന ബ്രീഫ് പരമാവധി മനസ്സിലാക്കി അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്തതാണെന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നു. അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ്, അതായത് എന്റെ ഒരു ലൈഫ് സ്കിൽസിനൊക്കെ അപ്പുറമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെറിയ പ്രായത്തിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയൊരു പ്രോസസ് ഓഫ് റിഫൈൻമെന്റ് ആസ് എൻ ആക്ടർ. അല്ല ഞാനൊരു ആക്ടിങ് പഠിക്കുകയോ തിയററ്റിക്കലായിട്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ പഠിക്കുകയൊന്നും ചെയ്തിട്ട് ഒരാളല്ലല്ലോ. അപ്പൊ അത്തരം വലിയ വലിയ സംവിധായകർക്കൊപ്പം കഴിവിട്ട തിരക്കഥാകൃത്തുകൾ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് മുഖം നൽകാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് എന്റെ പഠനം എന്ന് ഞാൻ കരുതുന്നു. ആ രീതിയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചൊരു സിനിമ കൂടിയാണ് ചക്രം. ലോഹി സാറിനോട് ഞാൻ അടുത്ത സിനിമ, ലോഹി സാർ സംവിധാനം ചെയ്ത അടുത്ത സിനിമയിൽ അഭിനയിക്കാൻ ഇരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മളെ വിട്ടു പോകുന്നത്. എനിക്ക് ഭയങ്കര നഷ്ടമായിട്ട് ഞാൻ എപ്പോഴും അതിനെ കാണുന്നു. അദ്ദേഹത്തോട് ഒരു സിനിമ കൂടി ചെയ്തിരുന്നെങ്കിൽ പിന്നെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചതെന്ന് ഞാൻ കരുതുന്നു. അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല.